അല്ലു അർജുൻ ആരാധകരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു തിരിച്ചടിയായിരുന്നു ഇന്ന് പകൽ സംഭവിച്ചല്ലേ. നമ്മുടെ അല്ലു അർജുൻ അല്ലെങ്കിൽ പുഷ്പയെ അറസ്റ്റ് ചെയ്യുന്നു, ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുന്നു 14 ദിവസത്തേക്ക്. ഇപ്പം ചന്ദനക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല പുഷ്പയിലെ കഥാപാത്രം അവതരിപ്പിച്ച അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യുന്നതല്ലേ. എല്ലാവർക്കും അറിയാവുന്നതാണ്. പുഷ്പ 2-ൻ്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരിടത്ത് അല്ലു അർജുൻ പറയാതെ പ്രത്യക്ഷപ്പെടുന്നു. അവിടുത്തെ ആരാധകരുടെ തിക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരിക്കുന്നു, പലർക്കും പരിക്ക് പറ്റുന്നു. അന്ന് തന്നെ പലരും അതിനെതിരെ വിമർശനമൊക്കെ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അപ്പം ഈ അല്ലു അർജുനെ പ്രതിയാക്കിക്കൊണ്ട് കേസെടുക്കുന്നത് നമ്മൾ കണ്ടു. അല്ലു അർജുൻ ആ കുടുംബത്തിന് 25 ലക്ഷം രൂപ കൊടുക്കുന്നത് നമ്മൾ കണ്ടു. ഏതായാലും ഇതൊരു പുകമറ, ആൾക്കാരുടെ മുന്നിൽ പുകമറ ഇടാൻ വേണ്ടി അല്ലു അർജുനെതിരെ കേസെടുത്തു എന്ന് മാത്രമേ അന്ന് അല്ലു അർജുൻ ആരാധകർ വിശ്വസിച്ചുള്ളൂ. ഇടയിൽ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യുമോ എന്നും ആരും, അദ്ദേഹത്തിൻ്റെ എതിരാളികൾ പോലും പ്രതീക്ഷിച്ചില്ല. ഇതിനിടയിലാണ് പെട്ടെന്ന് അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അല്ലു അർജുൻ 2 ദിവസം അവധിയായിട്ടിരുന്നപ്പോഴാണ് അറസ്റ്റ് ചെയ്യുന്നത്. അന്നേരം തന്നെ അല്ലു അർജുൻ ജയിലിൽ വിടാനുള്ള സാധ്യത മുന്നിൽ കണ്ടിരുന്നു. അങ്ങനെ 14 ദിവസത്തേക്ക് അല്ലു അർജുനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു ഏറ്റവും വലിയൊരു തെറ്റാണ്. എനിക്ക് തോന്നുന്നില്ല ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് കലാശിക്കുമോ എന്ന് നമുക്കറിയില്ല. കാരണം നാളെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൊക്കെ വല്ലയിടമൊക്കെ വന്നു കഴിയുമ്പോൾ അവിടെ തിക്കിലും തിരക്കിലും ഒക്കെ പെട്ട്, അല്ലെങ്കിൽ സിനിമാ താരങ്ങൾ വന്നു കഴിയുമ്പോൾ തിക്കിലും തിരക്കിലും ഒക്കെ പെട്ട് ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദിത്വം ഈ വരുന്നവൻ വഹിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുമാത്രം ശരിയാകും എന്ന് നമുക്കറിയില്ല. ഏതായാലും അല്ലു അർജുനെതിരെ കേസെടുക്കും എന്നുള്ളത് നമുക്കറിയാമായിരുന്നു. പക്ഷേ അല്ലു അർജുനെ ഇത്ര വേഗം അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളത് പെട്ടെന്നാണ് അറിഞ്ഞത്. ആരാധകനാകപ്പാടെ പ്രശ്നത്തിലാണ്. ഇപ്പം അല്ലു അർജുൻ വന്നതിൻ്റെ പേരിൽ തിക്കിലും തിരക്കിലും പെട്ട് ഒരു ആരാധിക മരിച്ചു. ഇനി അല്ലു അർജുനെ നാളെ അറസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ ആരെങ്കിലുമൊക്കെ ചാവുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ ചത്തു കഴിഞ്ഞാൽ ആർക്കെതിരെ കേസെടുക്കും? അതും അല്ലു അർജുൻ ജയിലിൽ കിടക്കുന്ന അല്ലു അർജുനെതിരെ കേസെടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇതൊക്കെ നമ്മൾ നോക്കിക്കാണേണ്ട കാര്യങ്ങളാണ്. എല്ലാം തെലുങ്ക് സിനിമാ ലോകമാണ്, എന്ത് സംഭവിക്കുക അല്ലേ. ഇപ്പം നാളെ ചിലപ്പോൾ ഒരുപക്ഷെ ആത്മഹത്യകൾ ഉണ്ടാകാം. ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. മലയാള സിനിമയല്ലല്ലോ, തെലുങ്ക് സിനിമ, തമിഴ് സിനിമയൊക്കെ. എന്നാലും ഒത്തിരി മാറിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഈ കഥ ആരംഭിക്കുന്നത് ഇവിടെ ഒന്നും അല്ല. ഈ അല്ലു അർജുനെ ഇപ്പം അറസ്റ്റ് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ, മാസങ്ങൾക്ക് മുമ്പ് നടന്ന നിയമസഭാ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് നമുക്ക് കിട്ടുന്നത്. ചിരഞ്ജീവിയുടെ കുടുംബത്തിലെ മെഗാ കുടുംബം, ചിരഞ്ജീവിയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ മെഗാ കുടുംബമാണ്. അവിടെ പവൻ കല്യാൺ, രാം ചരൺ, അതിനിടയിലാണ് അല്ലു അർജുനുമുണ്ട്. ചിരഞ്ജീവി എന്ന് പറയുന്ന അല്ലു അർജുൻ്റെ അമ്മാവനാണ്, പവൻ കല്യാൺ അമ്മാവനാണ്. അപ്പോൾ അങ്ങനെയുള്ള കുടുംബത്തിലെ വ്യക്തിയാണ് അല്ലു അർജുൻ. അവരുടെ കുടുംബ സമ്മേളനങ്ങളിലെല്ലാം തന്നെ അല്ലു അർജുൻ ഒരു നിറസാന്നിധ്യമായിട്ട് മാറിയിരുന്നു. അങ്ങനെ അവരുടെ കുടുംബത്തിൽപ്പെട്ടവരൊക്കെ തന്നെയാണ് തെലുങ്ക് സിനിമ ഭരിക്കുന്നത്. അതിനിടയിലാണ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ പവൻ കല്യാണിൻ്റെ പാർട്ടി നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കുന്നു. BJPയും തെലുങ്ക് ദേശവുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് അവർ മത്സരിച്ചത്. എതിരായിട്ട് YSR കോൺഗ്രസ് മത്സരിക്കുന്നു. ഇതിനിടയിൽ നന്ദ്യാൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു അല്ലു അർജുൻ്റെ സുഹൃത്തായ ശില്പാ രവിയുടെ വീട് അല്ലു അർജുൻ സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ആരാധകർ, അല്ലു അർജുൻ എവിടെ എത്തിയാലും അവിടെ ആരാധകർ എത്തുമല്ലോ, അതുപോലെ തന്നെ ആരാധകർ തടിച്ചു കൂടുന്നു. അങ്ങനെ അല്ലു അർജുൻ അവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. അതൊരു വലിയ വിഷയമായി. എതിരാളികൾ പറഞ്ഞുണ്ടാക്കി അല്ലു അർജുൻ YSR കോൺഗ്രസ്സിന് വേണ്ടി സ്വന്തം അമ്മാവനെതിരെ വന്നിരിക്കുകയാണ് പ്രചരണത്തിന് എന്നുള്ളത്. അപ്പോൾ നിയമസഭാ ഇലക്ഷനിൽ പവൻ കല്യാണിൻ്റെ പാർട്ടി മത്സരിക്കുന്നുണ്ട്. പവൻ കല്യാണിനെതിരെയാണ് അല്ലു അർജുൻ്റെ നീക്കം എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. അല്ലെങ്കിൽ പവൻ കല്യാൺ അങ്ങനെ വിചാരിച്ചു, അല്ലെങ്കിൽ ചിരഞ്ജീവിയുടെ മെഗാ കുടുംബം അങ്ങനെ വിചാരിച്ചു എന്നുള്ളതാണ് സത്യം. അല്ലു അർജുൻ പിന്നെ പറഞ്ഞു, YSR കോൺഗ്രസിൻ്റെ പ്രചാരണത്തിന് ഞാൻ വന്നതല്ല, ഞാൻ അവരുമായിട്ട് യാതൊരു ബന്ധമില്ല,
ഞാൻ വന്നത് എൻ്റെ ശില്പാദേവി എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിനെ കാണാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞെങ്കിലും അതൊന്നും വില പോയില്ല. അവസാനം പവൻ കല്യാണിൻ്റെ പാർട്ടി വിജയിക്കുന്നു. വിജയിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ അല്ലു അർജുനെതിരെ ചില നീക്കങ്ങൾ നടത്തിയതായിട്ട് ആരാധകർ സംശയിക്കുന്നുണ്ട്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള പല സംഭാഷണങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടന്നു എന്നുള്ളതും ഒരു സത്യമായിട്ട് അവശേഷിക്കുന്നു. പവൻ കല്യാൺ കിട്ടുന്ന അവസരങ്ങളെല്ലാം തന്നെ അല്ലു അർജുനിട്ട് ചില വാക്കുകൾ കൊണ്ട് കൂട്ടുകൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനിടയിലാണ് നമ്മുടെ കർണാടക വനമന്ത്രിയുമായിട്ടുള്ള സംഭാഷണ വേളയിൽ പവൻ കല്യാൺ പറഞ്ഞ വാക്കുകൾ പെട്ടെന്ന് വൈറലായി. പവൻ കല്യാൺ അന്നേരം പറഞ്ഞു, പണ്ടൊക്കെ വൃക്ഷങ്ങളെ സ്നേഹിക്കുന്നവരെയായിരുന്നു ഹീറോ ആക്കി മാറ്റുന്നത്, ഇപ്പോൾ വൃക്ഷങ്ങളെ വെട്ടി നശിപ്പിക്കുന്ന ആൾക്കാരെയാണ് ഹീറോ ആക്കുന്നത്. അത് ആരാധകർ പറഞ്ഞത് അത് അല്ലു അർജുൻ്റെ പുഷ്പ 2 വ്യക്തിയുമായിട്ട് തുലനം ചെയ്താണ് സംസാരിക്കുന്നത്. അതൊരു പരിധിവരെ സത്യമാണത്. ചന്ദനക്കള്ളക്കടത്തുകാരനാണല്ലോ പുഷ്പയിലെ പുഷ്പരാജ് എന്ന് പറയുന്ന അല്ലു അർജുൻ്റെ കഥാപാത്രം. അങ്ങനെ കിട്ടുന്ന അവസരങ്ങളെല്ലാം അല്ലു അർജുന് കൊടുക്കാവുന്ന കുട്ടെല്ലാം കൊടുത്തുകൊണ്ടാണ് പവൻ കല്യാണിൻ്റെ ജൈത്രയാത്ര തുടരുന്നത്. ഇതിനിടയിൽ ചിരഞ്ജീവിയുടെ മെഗാ കുടുംബത്തിൽ നടക്കുന്ന യാതൊരു ഫംഗ്ഷനും അല്ലു അർജുൻ വരാതെയായി, അല്ലെങ്കിൽ വിളിക്കാതെയായി. അവർ ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് വളരെ സന്തോഷപൂർവ്വം കൊണ്ടാടുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിൽ നിന്നെല്ലാം മാറി നിൽക്കുകയായിരുന്നു അല്ലു അർജുൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനിടെയാണ് പുഷ്പ 2 പ്രദർശനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു സ്ത്രീ മരിക്കുന്നത്. അന്ന് തന്നെ ഈ നമ്മുടെ അല്ലു അർജുനെ പ്രതിയാക്കിക്കൊണ്ട് കേസ് എടുക്കുകയും ചെയ്തു. ഇതിനിടയിൽ പുഷ്പ 2 വൻ വിജയമായി മാറി. 6 ദിവസം കൊണ്ട് 1000 കോടിക്ക് മുകളിലേക്ക് കളക്ഷൻ നേടാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞു. ഇതൊക്കെ ചിരഞ്ജീവിയുടെ മെഗാ കുടുംബത്തിൻ്റെ പിന്തുണയില്ലാതെ ഒരാൾ ഇങ്ങനെ ഇന്ത്യയിലെ ബ്രാൻഡ് ആയി മാറുകയും 1000 കോടിക്ക് മുകളിൽ നേടുകയൊക്കെ ചെയ്തത് ചിരഞ്ജീവിയുടെ കുടുംബത്തിനകത്ത് ഒട്ടും രക്ഷിച്ചില്ല. അതിനിടയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലു അർജുനെ പിടിച്ച് അകത്തിടാമെന്ന് തീരുമാനിച്ചത്. ഇതിൻ്റെ കഥയുടെ പിന്നാമ്പുറ കഥ വേറെയുണ്ട്. RRR എന്ന ചിത്രം കഴിഞ്ഞതിന് ശേഷം രാം ചരൺ എന്ന് പറയുന്ന ഈ ചിരഞ്ജീവിയുടെ മെഗാ കുടുംബത്തിലെ അംഗത്തിൻ്റെ ഒരു ചിത്രം ഗെയിം ചേഞ്ചർ അടുത്ത് തന്നെ പ്രദർശനം തുടരാനിരിക്കുകയാണ്. ഇതിനിടയിലാണ് പുഷ്പ 2 വൻ വിജയം നേടുന്നത്. അപ്പം പുഷ്പ 2 1000 1500 ഒക്കെ കടക്കുമ്പം ഗെയിം ചേഞ്ചർ രാം ചരണിൻ്റെ ഗെയിം ചേഞ്ചർ അതിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. പുഷ്പ 2 ഈ 1000 കോടിക്ക് മുകളിൽ നേടിയത് ചിരഞ്ജീവി എന്ന പറയുന്ന മെഗാ കുടുംബത്തിന് പിന്തുണയില്ലാതെയാണ്. രാം ചരൺ ഈ പടം ഇറക്കുന്നത് തന്നെ ചിരഞ്ജീവി എന്ന് പറയുന്ന മെഗാ കുടുംബത്തിൻ്റെ പിന്തുണയോടെയാണ്. അപ്പം അത് തന്നെ കളക്ഷൻ്റെ കാര്യത്തിൽ തന്നെ അവർ തമ്മിലൊരു ഫൈറ്റ് ഏകദേശം ഉണ്ടായിരിക്കുകയാണ് എന്ന് തന്നെ തോന്നുന്നു. ഒരുപക്ഷെ ആരാധകർ ഇരുപക്ഷെ ഏറ്റെടുക്കാം. ഒരർത്ഥത്തിൽ നോക്കുവാണെങ്കിൽ അല്ലു അർജുൻ്റെ അറസ്റ്റ് ഒരുപക്ഷെ തെലുങ്കിൽ തന്നെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് മാറുമെന്ന് തോന്നുന്നു. തമിഴ്നാട്ടിൽ ഇപ്പോൾ വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. വിജയും അടുത്ത നിയമസഭാ ഇലക്ഷനിൽ വിജയും സ്റ്റാലിനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നോക്കിയിരിക്കുന്നിടത്താണ് ഒരുപക്ഷെ നാളെ അല്ലു അർജുനും രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഇവിടെ തെളിഞ്ഞു കാണുന്നത്. ഇതൊരു അഭിമാന പ്രശ്നമായി അല്ലു അർജുൻ മാറ്റിയാൽ അത് തെലുങ്ക് രാഷ്ട്രീയം തന്നെ മാറ്റിമറിക്കുന്ന ഒരു കഥയായി മാറും, ഒരു പ്രതികാരത്തിൻ്റെ കഥയായി മാറും. പല പ്രതികാരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. കരുണാനിധിയുടെ പ്രതികാരം കണ്ടിട്ടുണ്ട്, പിന്നെ ജയലളിതയുടെ പ്രതികാരം കണ്ടിട്ടുണ്ട്. അങ്ങനെ പല പ്രതികാരങ്ങളും കണ്ടു വളർന്ന് നമുക്ക് വീണ്ടും ഒരു പ്രതികാരത്തിൻ്റെ കഥ അല്ലു അർജുനിലൂടെ കിട്ടുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണ്ട. കഴിഞ്ഞ ആന്ധ്രാപ്രദേശ് സർക്കാർ YSR കോൺഗ്രസ് നമ്മുടെ TDP നേതാവ് ചന്ദ്രബാബു നായിഡുവിനെ ജയിലിൽ പിടിച്ചിട്ടു. അതിനുശേഷം വന്ന ചന്ദ്രബാബു നായിഡു വൻ തിരിച്ചുവരവായിരുന്നു നടത്തിയല്ലേ. അടുത്ത നിയമസഭാ ഇലക്ഷനിൽ YSR കോൺഗ്രസിനെ തറ പറ്റിച്ചുകൊണ്ടാണ് ഭരണം പിടിച്ചെടുക്കുന്നത്. അതുപോലൊരു ഭരണമാറ്റത്തിന് അല്ലു അർജുൻ വഴിപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഏതായാലും അല്ലു അർജുൻ ആരാധകരെ സംബന്ധിച്ച് ഇന്നൊരു വല്ലാത്ത ദിവസമായി പോയി. അപ്പം നമുക്ക് കാത്തിരുന്ന് കാണാം
എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളത്. അപ്പം മറ്റൊരു വിഷയവുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.